നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 14-ാമത്തെ വാക്യത്തിൽ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നമുക്കറിയാം, നാം എല്ലാം ദൈവത്തിന്റെ കേൾവിയിലൂടെയാണ് കർത്താവിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളോട് എല്ലാവരോടുള്ള ബന്ധത്തിലും ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട്. നമുക്ക് സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ അറിഞ്ഞു. എഫെസ്യരിൽ നിങ്ങൾ വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണതയിലാണ് നമുക്ക് ദൈവത്തോട് പ്രതികരിക്കാനുള്ള കൃപ കിട്ടിയത്. ചിലപ്പോഴൊക്കെ നമ്മൾ വഴിതെറ്റി വന്നവരാണെന്നുള്ളൊരു ചിന്തയൊക്കെ സാത്താൻ കൊണ്ടുവരാറുണ്ട്. സത്യം അതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് പുത്രനിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ A to Z ഒരു പ്ലാനും ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് റോമർ 12:2 പറയുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മൾ സഹർഷിവാക്യം 3:5 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും 6-ാം വാക്യം അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ആ ദൈവഹിതത്തിലേക്കുള്ളൊരു യാത്രയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്. ആ യാത്രയിൽ നമ്മളെ തടയുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം ഹിതമാണ്, സ്വന്തം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷകളിലും നമ്മുടെ സ്വന്തം ഇഷ്ടം ത്യജിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയിലേക്കും അറിവിലേക്കും നമ്മൾ വരുന്നത്. നമ്മളൊരു പാട്ടിലിങ്ങനെ പാടാറുണ്ട്, ദൈവഹിതം കാണുവാൻ ചെയ്യുവാനും നിൻ മുഴു ശ്രദ്ധയും നൽകിയിടുക. ആ ഒരു യാത്രയില് നമ്മൾ ഏതളവിൽ ദൈവേഷ്ടം കണ്ടെത്തുന്നോ ഗ്രഹിക്കുന്നോ ആ അളവിലാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴൊക്കെ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മളെയും അങ്ങനെ തന്നെ ഈ ഭൂമിയിലാക്കി വെക്കുമ്പോൾ നമുക്കും ഏറ്റവും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഓരോ പരീക്ഷയിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. പക്ഷെ ആ ഒരു യാത്രയില് നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവേഷ്ടത്തിനല്ല ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി എന്തുമാത്രം ദാഹം ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ വാക്യമാണ്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. പക്ഷെ 107-ാം സങ്കീർത്തനത്തില് ഇത് കുറച്ചുകൂടെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 107-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ആർത്തി എന്നുള്ളതാണ്. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴികളിൽ ദൈവേഷ്ടം അറിയാനും ദൈവത്തിന്റെ നീതി പ്രാപിപ്പാനും നമുക്കൊരു ആർത്തിയുണ്ട്. നമ്മളൊരു പാട്ടിലിങ്ങനെ പാടാറുണ്ട്, ഓർത്ത് വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ. അത് ഈ ലോകത്തോടുള്ള ബന്ധത്തിലുള്ള ആർത്തിയാണ്. നമ്മൾ കർത്താവിന്റെ ഇഷ്ടം അറിയും തോറും ഈ ലോകത്തോടുള്ള നമ്മുടെ ആർത്തി മാഞ്ഞു പോകും. ഈ ഒരു യാത്രയില് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവർ
വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. കേട്ടിട്ടില്ലാത്തവർ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നമുക്കെല്ലാം കർത്താവിന്റെ ശരീരമാകുന്ന സഭയില് ഓരോ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ വിളിച്ചു വേർതിരിച്ചെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവേഷം ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തികഞ്ഞവരായി തീരുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞത് പൂർത്തീകരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ തികഞ്ഞവരായി തീരുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ തന്നെ. തികഞ്ഞവനായി തീർന്ന മനുഷ്യനെന്നുള്ള നിലയിൽ താൻ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിന് തന്നെ കുറിച്ചുള്ള പ്ലാൻ കണ്ടെത്തി നിരന്തരം തന്റെ പ്ലാനുകളെ ത്യജിച്ച് ദൈവത്തിന്റെ പ്ലാനുകൾക്ക് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് അവൻ തികഞ്ഞവനായി തീർന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇത് അങ്ങനെ തന്നെയാ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, നമ്മുടെ വിളി എന്താണ്, അത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അപ്പൊ നമുക്ക് എന്ത് വിളിയാ ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളതാ. ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ചുരുക്കം പേരെ ദൈവം സുവിശേഷകന്മാരായിട്ട് വിളിച്ചിട്ടുള്ളൂ. ഒരു പ്രത്യേക വിളിയാണ്. അവരെവിടെ പോയി സുവിശേഷം പറഞ്ഞാലും ആത്മാക്കൾ രക്ഷിക്കപ്പെടും. കാരണം അവരുടെ മേൽ അങ്ങനത്തെ ഒരു വിളിയുണ്ട്. നമ്മള് എത്ര പറഞ്ഞാലും ചിലപ്പോൾ ആരും രക്ഷിക്കപ്പെടത്തില്ല. നമുക്ക് ആ നിലയിലുള്ളൊരു വിളിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടില്ല. അതേസമയം നമ്മള് സുവിശേഷത്തിന് സാക്ഷി നിൽക്കുക ചെയ്യും നമ്മുടെ ജീവിതം കൊണ്ട്. നമ്മളെ കാണുന്നവര് നമ്മുടെ ജീവിതമാണ് ഒരു സുവിശേഷമായിട്ട് കാണുന്നത്. അതിന്റെ അനന്തരഫലമാണ് അവര് രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എത്ര ഭക്തിയും ജീവനും ഒക്കെ ഉള്ളവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടമുണ്ട്. പത്രോസ് 2 നമ്മളത് വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പൊ നമ്മുടെ ആന്തരിക തലത്തിൽ ഈ ഒരു പോരാട്ടമാണ് നിരന്തരമായിട്ട് നടക്കുന്നത്. നമ്മുടെ ജഡമോഹങ്ങൾ എപ്പോഴും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ എപ്പോഴൊക്കെ ജഡത്തോടൊപ്പം നിൽക്കുന്നു, നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുന്നു, അപ്പൊ നമ്മൾ ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. എപ്പോഴൊക്കെ നമ്മൾ മനസ്സ് ആത്മാവിൽ വെക്കുന്നു, അന്നേരം എല്ലാം നമ്മളെ കുറിച്ചുള്ള ദൈവഹിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നു. അപ്പം നാം അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന് നമ്മളെ കുറിച്ച് ഓരോ പ്ലാനുണ്ട്. ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട്, നമ്മുടെ ഒരു പ്ലാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന, നിന്റെ വഴികളെ യഹോവയ്ക്ക് പരമേൽപ്പിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അപ്പൊ നിരന്തരമായിട്ട് ഈ നമ്മളെ കുറിച്ചുള്ള ദൈവേഷ്ടം അറിയാനുള്ള ഒരു ആർത്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ വളരെ വ്യക്തമാണ്, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തില് ഈ ദൈവ സ്വഭാവത്തിലേക്കുള്ള യാത്രയ്ക്ക്, ദൈവീത അറിയാനുള്ള ഈ ഒരു ആഗ്രഹവും ആർത്തിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? അല്ല, ദൈവത്തിനായിട്ടുള്ള ഒരു ആർത്തി നമ്മുടെ ഉള്ളിലുണ്ടോ? നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. തുടർന്ന് 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ വായിക്കുന്നത്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. എന്താ ഇതിന്റെ കാരണം? ഈ സുവിശേഷം മനുഷ്യനെ നിത്യത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ആ വാക്യ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ അത് വായിക്കുന്നത്. യെശയ്യാ 53 അതിന്റെ 3-ാമത്തെ വാക്യം. സോറി, 53-1. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു.
ഈ നന്മ സുവിശേഷിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മളിൽ നിന്ന് അത് കേൾക്കുന്നത്. നമ്മൾ നന്മ സുവിശേഷിക്കുമ്പം അവിടുത്തെ ഒരു പദപ്രയോഗം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. കാൽ എപ്പോഴും നടപ്പിനെ കാണിക്കുന്നതാണ്. 52:7 യെശയ്യാ 52:7 ആ വാക്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ട് പഴയ നിയമത്തിൽ വന്നിരിക്കുന്നത്. യെശയ്യാ 52:7 സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കി സിയോനോട് നിന്റെ ദൈവം വാഴുന്നെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ഈ ആത്മാവിൽ പിടിക്കപ്പെട്ട ഒരാൾക്ക് ഈ സൗന്ദര്യം കാണാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ലോകക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ അവർക്ക് മനോഹരമല്ല. അവരെപ്പോഴും അങ്ങനെയുള്ളവരുടെ എതിർത്ത് നിൽക്കും. പക്ഷെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം ഘോഷിക്കപ്പെടുന്നത് ആ ആൾക്കാരെ കാണുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർ രണ്ട് കാര്യം ചെയ്യുന്നതാണ് പറഞ്ഞത്. നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നു. ഈ നന്മ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതാണ്. അപ്പം റോമാലേഖനത്തെ കുറിച്ച് തന്നെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. നമ്മുടെ ജഡത്തോടുള്ള ബന്ധത്തിൽ നമ്മളിൽ തന്നെ എപ്പോഴും നിരന്തരമായിട്ട് നമുക്കൊരു എതിർപ്പ് കാണാനായിട്ട് കഴിയും. ചില സമയത്ത് അതുകൊണ്ട് നമ്മളെ പാട്ടുകാരിങ്ങനെ എഴുതി, എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻ ഹിതത്തിൽ എൻ മോദം ആകർഷിക്ക നിൻ കൃപയാൽ രക്ഷക നിൻ പിൻചെല്ലാൻ. അപ്പൊ നമ്മള് ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജഡം ആത്മാവിനെതിരാണ്. ആത്മാവ് സന്തോഷിക്കുന്ന കാര്യങ്ങളിലൊന്നും ജഡത്തിന് സന്തോഷിക്കാൻ കഴിയത്തില്ല. ജഡം സന്തോഷിക്കുന്ന കാര്യങ്ങളിലൊന്നും ആത്മാവിന് സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാണ് നമ്മുടെ ഒരു സഹോദരന്റെ അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുക. പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു യാത്രക്കിടയ്ക്ക് ഒരാള് പരസ്യവും നടത്തുന്നത് കണ്ടു. വളരെ ഊർജ്ജസ്വലനായി ഒത്തിരി ഇടിയൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പം പുള്ളി വണ്ടിയൊക്കെ നിർത്തി സൈഡിലിട്ട് ഈ മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുള്ളിയെ ചെന്ന് വിഷ് ചെയ്തിട്ട് നമുക്കൊരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ടും പോയി ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. ആ പുള്ളി പറഞ്ഞു, സാധാരണ എനിക്ക് ചായ എല്ലാം അടിയാ കിട്ടുന്നത്, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ എന്നെ കേട്ട് ഒരാളെനിക്ക് ചായ മേടിച്ചു തരുന്നേ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവജനവും സുവിശേഷവും എന്നൊക്കെ പറയുന്നത് അത് ലോകം അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിൽ നിന്ന് പ്രശംസയോ അംഗീകാരമോ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒന്നാമത് ദൈവത്തിൽ നിന്ന് നമുക്കത് കിട്ടുന്നു. നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള കാലം വരുന്നതേ ഉള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടവും നിന്ദയും പരിഹാസവും ദുഷിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ രണ്ടു തരത്തിൽ നമുക്ക് സുവിശേഷം പറയാം. ഒന്ന്, ഒരു ഗിഫ്റ്റ്, അങ്ങനെ ഒരു വിളി കിട്ടിയിട്ട് നമുക്ക് സുവിശേഷം പറയാം. അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം പറയാം. പ്രാഥമികമായിട്ട് നമ്മൾ സുവിശേഷം അല്ലെ സാക്ഷി നിൽക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പൊ ആ നിലയിലുള്ള ഒരു വിളി നമുക്കറിയാം സാഗ്ലറിനുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുന്നത്. കേട്ടറിവില്ലാത്ത പല സ്ഥലങ്ങളിലും സഭകൾ സ്ഥാപിക്കപ്പെടും. നമുക്ക് അങ്ങനത്തെ ഒരു വിളിയില്ല. നമ്മുടെ വിളി പരിമിതമാണ്. ദൈവം നമ്മളിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നമ്മള് ഈ വിളിയോടുള്ള ബന്ധത്തിൽ തീമോഥെയോസ് 6-ാം അധ്യായത്തിലെ വാക്യം പ്രധാനമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. നമ്മുടെ ജഡം എപ്പോഴും ആ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതല്ല. കൂടുതൽ നമുക്ക് പരിധികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതെല്ലാം ദൈവത്തിന്റെ നിശ്ചയത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ഒന്ന് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിധികള്, നമ്മുടെ അതിരുകൾ വിശാലമാക്കിക്കൊണ്ടേയിരിക്കുക. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മളെ ആക്കി വെച്ചിരുന്നതിൽ വിശ്വസ്തനായിരുന്നാൽ മതി.
പക്ഷെ നമ്മുടെ ജഡം എപ്പോഴും ഈ പരിധികൾ ലംഘിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു അസംതൃപ്തിയുടെ ആത്മാവും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ ഈ പരിധി ലംഘനത്തിൽ അകപ്പെടാനായിട്ട് സാത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സുബോധത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും, നമുക്കതിനെ ജയിക്കാനായിട്ട് പറ്റും. ഈ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എഴുതിയിരിക്കുന്നുവല്ലോ. 16 വാക്യത്തിൽ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. ഇല്ല, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയതാണ്. പാപത്തിൽ നിന്നുള്ള വിടുതലും സന്തോഷവും സമാധാനവും ഒക്കെ നടത്തിയതാണ്. നമ്മളിത് മറ്റുള്ളവരെ പലരോടും പറയാൻ പോകുമ്പോൾ അവർ നമ്മൾ ഓടിച്ചു വിടും. അവർക്കിതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇത് ഇത്ര മഹത്തരമായ ഒരു കാര്യമാണെന്നൊന്നും അവർക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു വലിയ കാര്യമാണ് ഈ സുവിശേഷം എന്നുള്ളത്. ഇവിടെ പറയുന്നു, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. നമ്മളിങ്ങനെ പലപ്പോഴും പലരോടുള്ള ബന്ധത്തിലും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലെ മറ്റുള്ള രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരിക്കറിയാം ഒരു അമ്മച്ചിയെ, ആ വീട്ടില് 8-10 മക്കളുണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചി മരിക്കുന്നതിനും വരെ ഒരാൾ പോലും രക്ഷയിലോട്ട് വന്നില്ല. പക്ഷെ അമ്മച്ചിയുടെ മരണത്തിന് ശേഷം ഇളയ മോള് രക്ഷയിലേക്ക് വന്നു. അപ്പം ആ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാണ്ട് വരുമ്പോ അതൊരു ടെസ്റ്റാ. അവിടെ നമുക്ക് അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പണ്ട് തൃശ്ശൂര് വെച്ചൊരു സഹോദരനെ പരിചയപ്പെട്ടപ്പം ആ സഹോദരൻ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ വചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുടുംബം രക്ഷയിലേക്ക് വന്നില്ല, പുള്ളി വിശ്വാസം ഇട്ടിട്ട് പോയി. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അതെ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ അതാ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതി ഉദ്ദേശമുണ്ട്. നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ആ പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ വിധത്തിലേക്ക് വരുമ്പോൾ പൗരസ്ത്യ യേശുക്രിസ്തുവിന്റെ ബോൺ സ്ലേവ് എന്നാ പറയുക, സെർവന്റ്, അടിമ. ഒരടിമയ്ക്ക് എന്ത് ഇഷ്ടമാണ്? അവനാകുമ്പോഴാണ് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, യജമാൻ എന്ത് പറയുന്നു അത് ചെയ്യണം. അല്ലാണ്ട് അവന് പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. അവൻ എപ്പോഴും കാതുറക്കുന്ന യജമാന്റെ വിളിക്ക് വേണ്ടിയിട്ടാ, അടുത്ത ഞാൻ എന്ത് ചെയ്യണം. യജമാനം പറയുന്നവൻ സന്തോഷത്തോടെ അത് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ജഡം ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാണ്. നമ്മുടെ ഇഷ്ടം ദൈവത്തിലൂടെ സാധിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സാധിക്കാണ്ട് വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകും, പതറിപ്പോകും. ഒത്തിരി പേര് അതിന്റെ പേരിൽ വിശ്വാസം ത്യജിച്ചവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് നന്മയാണേലും തിന്മയാണേലും. അതിനപ്പുറത്ത് നമുക്ക് വേണ്ടി തന്നെ നമുക്കൊരാഗ്രഹം ഉണ്ടാകാനായിട്ട് പാടില്ല. ഏക ആഗ്രഹം, കർത്താവിന് ഈ ഒരായുസ് എനിക്ക് തന്നു, ഈ ആയുസ്സിലെ എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എനിക്ക് സമ്പൂർണമായിട്ട് നിറവേറ്റണം, മറ്റൊരു ഉദ്ദേശങ്ങളും എനിക്കില്ല. അപ്പൊ നമ്മളും ആ നിലയിൽ ദൈവത്തിന് കൊടുക്കുന്നിടത്തേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയുന്നു. എവിടെയൊക്കെ നാം സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുന്നോ അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവേഷ്ടം നടക്കുന്നത്. അപ്പൊ ആ ഇഷ്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇഷ്ടം പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് സമ്പൂർണമായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതിന്റെ പിന്നിൽ നമ്മുടേതായ ഒരു ഉദ്ദേശങ്ങളോ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും കാണാൻ പാടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുധം, അതിന് സ്വന്തമായ ഒരു ഇഷ്ടവും ഇല്ല. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അത് അതിന് വിധേയപ്പെട്ട് തരുന്നു. അപ്പൊ ആയുധത്തിന് സ്വന്തമായൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നിടത്ത് ആയുധം പോയി കൊള്ളത്തില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവകരങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടേതായ ഒരു ഇച്ഛയും ഇഷ്ടവും നമ്മളിൽ ഉണ്ടാവരുത്. അതെല്ലാം നമ്മളൊരു യാഗമായിട്ട് കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ ഏറ്റു പറയേണ്ട ഒരു കാര്യം, ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നമുക്ക് ഇഷ്ടമുണ്ട്. നമ്മള് സാഗുഡോർ പറയുന്ന പോലെ കമ്പ്യൂട്ടർ റോബോട്ടൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടമുണ്ട്. പക്ഷെ ഓരോ പരീക്ഷയിലും നമ്മൾ ആ ഇഷ്ടത്തെ ത്യജിച്ച് ദൈവേഷ്ടത്തിലൂടെ നമ്മളതിനെ സമർപ്പിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ടാണ് ആത്മാവിൽ നമ്മൾ നിരന്തരമായിട്ട് വളർന്ന് ദൈവിക സ്വരൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സഭയിൽ പോലും എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പൊ സാഗ്രോർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കാൻ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ആത്മീയമായിട്ട് എവിടെ ചെന്ന് നിൽക്കേണ്ടിയവരാ? ഒരു കയ്പോ, വെറുപ്പോ, പകയോ, കോപമോ, നിരാശയോ, കുറ്റപ്പെടുത്തലോ, പിറുപിറുപ്പോ ഒന്നും ഇല്ലാത്തവരായിട്ട് നമ്മൾ തികഞ്ഞവരായി തീരേണ്ടതാ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്നില്ല, ഭാഗികമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ അളവിലുള്ള ദൈവകൃപ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. കർത്താവിനെ കുറിച്ച് യോഹന്നാനിലാന്ന് തോന്നിയൊരു മർക്കോസിൽ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യനുള്ളത് എന്തെന്ന് താൻ തന്നെ തന്നെ അറിഞ്ഞിരിക്കാൻ അവൻ തന്നെത്താൻ ആരുടെയും പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കർത്താവിന് അറിയാം. ഒരു സമ്പൂർണ്ണ സമർപ്പണമുള്ള ഒരു വ്യക്തിയെ കർത്താവിന് അറിയാം. കർത്താവ് തന്നെത്താൻ വിശ്വസിച്ച് അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. പക്ഷെ സമ്പൂർണ്ണ സമർപ്പണം ഇല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അത് നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ പ്രശ്നമല്ല, അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ ഭാഗികമായിട്ട് കൊടുത്തിട്ടുള്ളൂ. പകുതി മനസ്സോടെ ഉഴപ്പി പഠിക്കുന്ന ഒരാൾക്ക് ഒരു വലിയ മാർക്കൊന്നും കിട്ടത്തില്ല. പൂർണ്ണ മനസ്സോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് മുഴുവൻ മാർക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും നിലവിളിക്കേണ്ട ഒരു കാര്യം, കർത്താവെ, എന്റെ ഇഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് നിന്റെ പൂർണ്ണതയുള്ള ഇഷ്ടത്തിലേക്ക് എന്നെ നടത്തണമേ. തുടർന്ന് 17-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്ന് യെശയ്യാവ് പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലും വരുന്നു എന്ന് വരുന്നു. ഈ ക്രിസ്തുവിന്റെ വചനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പുതിയ നിയമമാണ് പ്രധാനമായിട്ടും ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത്. പൗലോസ് ലേഖനം ഇതിന്റെ 1-ാം അധ്യായത്തില് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വിശദീകരിക്കുമ്പം ഓരോ സമയത്തിന്റെ പ്രാർത്ഥന നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, പൗലോസ് ലേഖനം 1-10 മുതൽ അവിടെ മുകളിൽ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ആത്മാവിന്റെ സ്നേഹം അറിയിച്ചവനുമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട്, എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിയിപ്പ് കിട്ടിയിരിക്കണം. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ ദിനംതോറും മനസ്സ് പുതുക്കും തോറുമാണ് നമ്മൾ ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുന്നത്. അതുപോലെ 2-ാം അധ്യായത്തില് 2-ാം കൊലോസ്യ ലേഖനം 2:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, അവർ ക്രിസ്തു എന്ന ദൈവകർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണത സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം, അവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്ന ദൈവകർമ്മത്തിന്റെ പരിജ്ഞാനം. നമുക്ക് ക്രിസ്തുവിനെ അറിയാമെന്ന് ചോദിച്ചാൽ ക്രിസ്തു ഒരു മർമ്മമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ ഒരു മർമ്മമാണ്. ആ മർമ്മത്തിൽ എന്തുമാത്രം നമുക്ക് അറിയാം. അതുകൊണ്ടാണ് യോഹന്നാൻ 17:3 കർത്താവ് പറഞ്ഞ്, ഏകസത്യവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ നമുക്ക് യേശുവിനെ എന്തുമാത്രം അറിയാമെന്നുള്ളതാണ്. നമുക്ക് കർത്താവിനെ എന്തുമാത്രം അറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2 കാര്യങ്ങളുണ്ടെന്ന്, നമ്മൾ ദൈവത്തെ അറിയുന്നു, മറ്റും ദൈവം നമ്മെ അറിയുന്നു. അപ്പൊ നമുക്ക് ദൈവത്തെ എന്തുമാത്രം അറിയാം. ആ ദൈവത്തെ അറിയും തോറുമാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അറിയും തോറുമാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇഷ്ടവും ദൈവiഷ്ടവും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട്, ഒരു വടംവലി. നമ്മുടെ വില്ല്, ഇച്ഛ നമ്മൾ ഏതിൽ വെക്കുന്നു? ദൈവേഷ്ടത്തിലാണ്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ദൈവേഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ചാലും പരീക്ഷകളിൽ അവിടുന്ന് നമ്മുടെ മനസ്സെടുത്ത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ കൊണ്ടുവെക്കും. വീണ്ടും ഞാൻ കുടുംബീയത്തെ കുറിച്ച് പറയാം. ദൈവേഷ്ടം എന്താ? ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, കയ്പായിരിക്കരുത്. അത് നിരന്തരമായിട്ട് നമ്മൾ
ഹൃദയം വെക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രതികരണം എന്താണെങ്കിലും വേണ്ടിയല്ല. ഞാൻ അങ്ങോട്ടുള്ള ബന്ധത്തിൽ ഞാൻ സ്നേഹിക്കും, കൈപ്പോട് ഇരിക്കത്തില്ല. പക്ഷെ പരീക്ഷ ശക്തമാകുമ്പോഴോ നമ്മുടെ മനസ്സ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സ്നേഹം കുറയുന്നു, കയ്പ് നമ്മുടെ ഉള്ളില് കടന്നു വരുന്നു. നമ്മൾ നിരന്തരമായിട്ട് നേരിടുന്ന ഒരു കാര്യം. പക്ഷെ നമ്മൾ ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ അതിന് നേരെ വിപരീത ദിശയിലുള്ള ഒരു പ്രക്രിയ നമ്മളിൽ നടക്കും. നമ്മുടെ സ്നേഹം വർദ്ധിക്കും, കയ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. കയ്പ് ഉളവാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. കയ്പ് ഉളവാകുന്ന കാര്യം അവർ നമ്മുടെ ഇഷ്ടം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ തന്നെ ചോദന ചെയ്ത് നോക്കി. നമ്മൾ ഭാര്യയോട് കൈപ്പോടിരിക്കാനുള്ള കാരണം ഭാര്യ എന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഭാര്യയെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. അപ്പൊ ശരിക്കും നമുക്ക് കോപം വരേണ്ടത് അവർ ദൈവേഷ്ടം ചെയ്യാതിരിക്കുമ്പോഴാണ്. ദൈവേഷ്ടം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇതൊക്കെ എന്നെ അസ്വസ്ഥനാക്കി തീർക്കുന്നത്, എനിക്ക് കൈപ്പളമാക്കുന്നു. അവിടെ ഞാനാ ജീവിക്കുന്നത്, കർത്താവല്ല എന്നിൽ ജീവിക്കുന്നത്. കർത്താവ് എന്നിൽ ജീവിക്കുമ്പോ എന്റെ ഇഷ്ടം ഒരു ദൈവേഷ്ടം ചെയ്യണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കയ്പിലേക്ക് ഞാൻ ഒരിക്കലും പോകത്തില്ല. ഇത് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നതിന്റെ കാരണം ഇതുവരെ നമ്മുടെ ഹൃദയങ്ങൾ ആ കാര്യത്തിൽ ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ചൊരു ഇപ്പം ഒന്നും രണ്ടെന്ന് പഠിച്ചൊരു കൊച്ചിനോട് പിന്നെ അധ്യാപകൻ അത് ആവർത്തിക്കത്തില്ല. കാരണം അവൻ പഠിച്ചു എന്ന അധ്യാപകന് ബോധ്യമുണ്ട്. പക്ഷെ പഠിച്ചില്ലാത്തൊരു കൊച്ചിനോട് എപ്പോഴും ഒന്നും രണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പം വരെയാ അവനത് പഠിക്കുന്നിടം വരെ. അപ്പൊ നമ്മുടെ പ്രായോഗിക ജീവിതത്തില്, ദിനംപ്രതിയുള്ള ജീവിതത്തില് നമ്മൾ ഈ സുവിശേഷം അനുസരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പടിയെക്കുറിച്ച് ദൈവം നമ്മളോട് പറയുന്നത്. കർത്താവ് മത്തായി 28:20 പറഞ്ഞ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം എല്ലാം അനുസരിക്കാനായിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് അനുസരിക്കുന്ന ഒരാളോടാണ് അടുത്ത കാര്യം പറയുന്നത്. ഇപ്പൊ ഒന്നും അനുസരിക്കാത്ത ഒരാളോട് ആദ്യത്തെ കാര്യം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പഠിക്കാത്ത ഒരു കൊച്ചിനോട് ഒന്നെന്ന് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ദൈവത്തിന്റെ കേൾവി ഈ തരത്തിലുള്ള ഒരു ആന്തരിക മനോഭാവത്തിൽ നമുക്കൊരു മാറ്റം വരുത്തുന്നുണ്ടെന്നാണ്. ദൈവം ആദ്യം മനോഭാവങ്ങളെയാ മാറ്റുന്നത്. ഒരിക്കലും ഞാനിങ്ങനെ നമ്മുടെ ഈ ചർച്ചിലോട്ടൊക്കെ വന്നതിന് ശേഷം, ആ സമയത്ത് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഇവിടുത്തെ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത മിക്കവാറും മദ്യപന്മാരാ. അപ്പം ചില മദ്യപന്മാരുണ്ട് എന്നും നമ്മുടെ വീടിന്റെ മുമ്പ് വന്ന് നമ്മളെ തെറി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. പെന്തക്കോസുകാരാന്ന് വിളിച്ചാ തെറി പറയുന്നു. നമ്മുടെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത. അന്ന് ഞാൻ വളരെ ചെറുതാണ്. ഈ വളർന്നു വരുന്നതോറും ഇത് കേൾക്കുമ്പോ എനിക്കൊരു അസ്വസ്ഥത വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ കർത്താവ് ഒരു വ്യക്തിബന്ധത്തിലേക്ക് വന്നപ്പം ഞാൻ ഒരു തീരുമാനം, കർത്താവ് 2 കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ലെന്ന് പറയത്തുമില്ല. മറ്റേ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. 2 പറയണം, 2 കൊടുക്കണം. അപ്പൊ ആ ഒരു മനോഭാവം നമ്മൾ നിൽക്കുമ്പോൾ സാധാരണ എളുപ്പമാണ് നമ്മളെ കൊണ്ട് വീഴിക്കാൻ. പക്ഷെ ദൈവം നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളുകയുള്ളൂ, ഞാൻ അങ്ങോട്ടൊന്നും പറയത്തതില്ല. അപ്പൊ ആ ഒരു മനോഭാവം മാറിക്കഴിയുമ്പോഴാണ് നമ്മുടെ സ്വഭാവ ആവപ്പാടം മാറാൻ തുടങ്ങുന്നത്. പക്ഷെ മനോഭാവത്തിൽ മാറ്റം വരുത്താതെ പുറമേ നമുക്കൊരു മാറ്റം വന്നാൽ പരീക്ഷ ശക്തമാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വീണുപോകും. കുടുംബജീവിതത്തിൽ ആദ്യം നമ്മുടെ മനോഭാവത്തിൽ ദൈവം മാറ്റം വരുന്നത്. ഭാര്യഭർത്തൃ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭാര്യമാരെ സ്നേഹിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ക്ഷമിക്കുക, കരുണ കാണിക്കുക, ദോഷം കണക്കിടാതിരിക്കുക, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. മറ്റൊരു നമ്മൾ വികാരം അന്വേഷിച്ച് പോയി തെറ്റിപ്പോകും. കാരണം നമ്മുടെ വികാരങ്ങളുടെ വീണ്ടെടുപ്പ് നടക്കുന്നേ ഉള്ളൂ, ദേഹിയുടെ വീണ്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ സാത്താൻ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര വികാരപരമായ ഒരു ഉണർച്ച ഉണ്ടാകും. നമുക്ക് സഹോദരിമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ആ വികാരം തണുത്ത് കഴിയുമ്പോൾ സ്നേഹമൊക്കെ പോയിട്ട് അസ്വസ്ഥ വരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വികാരങ്ങളിലല്ല ഈ സ്നേഹം കുടികൊള്ളുന്നത്, നമ്മുടെ ഇച്ഛയിലാണ്. നമ്മൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് നമ്മുടെ ഇച്ഛയിലാണ് തീരുമാനിക്കുന്നത്, വികാരങ്ങളിലല്ല. വികാരങ്ങളിൽ തീരുമാനിക്കുന്നവരുടെ ബന്ധത്തിൽ കർത്താവ് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ പറഞ്ഞല്ലോ, ഒരു കാറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പം, ഒരു പരീക്ഷ വരുമ്പോഴേ വീണുപോയി.
അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വാക്യോടെ ഞാൻ 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തില് 1 തെസ്സലോനിക്ക 1-ാം അധ്യായത്തില് അതിന്റെ കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ച് എന്നാലും നമ്മളത് ഓർത്തിരിക്കാനായിട്ട് 1 തെസ്സലോനിക്ക 2 തെസ്സലോനിക്ക 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് 6-ാം വാക്യത്തില് കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിയാലേ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു, ഈ കേൾക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാൽ അനുസരിക്കും. നമ്മൾ അനുസരിക്കാതിരിക്കേണ്ട കാരണം എന്താ? നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ദൈവം പ്രതികാരം കൊടുക്കാൻ പോകുന്നത് ഒന്ന് ദൈവത്തെ അറിയാത്തവർക്ക്, രണ്ടാമത് ഈ കർത്താവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക്. അതാണ് റോമാലേഖനത്തില് അപ്പോസ്തലന്റെ പ്രാരംഭ അധ്യായങ്ങൾ നമ്മളത് വായിച്ചത്. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ന്യായപ്രമാണം ആചരിക്കുന്നവർ അത്ര ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന സുവിശേഷം എന്തുമാത്രം അനുസരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം, സ്കൂളിലൊക്കെ പിള്ളേർക്ക് വ്യത്യാസം ചെയ്തുകൊണ്ട് വരാനായിട്ട് അവരെ കണക്കുകളും അങ്ങനെ പല കാര്യങ്ങളും ഏൽപ്പിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മള് ഓരോ മീറ്റിങ്ങിലും പല കാര്യങ്ങൾ കേൾക്കുന്നു. അത് നമ്മൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ രൂപാന്തരപ്പെടും. നമ്മളിത് കേട്ടേ ഉള്ളൂ, കേട്ട് മറക്കുന്നേ ഉള്ളൂ, കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ കൃഷി ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ കാണുകയായിരുന്നു. പലപ്പോഴും നമ്മൾ ആന്തരികമായിട്ട് ഈ അനുസരണക്കേടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുകയാണ് ചെയ്യും. ഈ ആത്മാവിനോട് മറത്തു നിൽക്കുന്നിടത്ത് ദൈവിക സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് എപ്പോഴും തകർന്നു മുറിയുള്ള ഒരു ഹൃദയമാണ്, കഠിനപ്പെടാത്തൊരു ഹൃദയമാണ്. അവിടെയാണ് ദൈവം തന്റെ വചനത്തിന്റെ ഒരു പ്രക്രിയ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഠിനപ്പെട്ട ഒരു ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, കഠിനപ്പെടുന്നത് പാപത്തിന്റെ ചതിയാൽ, അല്ലെ നമ്മൾ പാപത്തിൽ തുടരുമ്പോഴാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പറയണം. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയല്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കാരണം ലഭിക്കുക. ഏറ്റു പറഞ്ഞ അന്നേരം തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മള് തുടക്കത്തിൽ ആഴ്ചയിലൊന്നാ ഏറ്റു പറഞ്ഞത്. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കർത്തൃമേശയുണ്ട്, ഭയങ്കര ദുഃഖവും നെടുവീർപ്പും ഏറ്റുപറച്ചിലും ഭയങ്കര തിരക്കാ. മാസത്തിൽ ഒന്നാണേല് അന്ന് ഭയങ്കര മാനസാന്തരമായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പം ദിവസത്തിൽ ഒന്നാ പലപ്പോഴും ഏറ്റു പറയാറില്ല. വൈകുന്നേരം പ്രാർത്ഥിക്കാൻ നേരത്ത്, കർത്താവേ ഇന്ന് പകലിൽ എന്റെ ചിന്തയിലും വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം വന്ന് എന്നോട് ക്ഷമിക്കണമേ. നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുള്ളൂ. അത്ര നേരം പാപം നമ്മളിലുണ്ട്. അതേസമയം നമ്മൾ അന്നേരം തന്നെ ഏറ്റു പറയുകയാണെങ്കിൽ അന്നേരം തന്നെ കഴുകപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു, ദൈവസാന്നിധ്യം നമ്മുടെ കൂട്ടത്തില് ഉണ്ട്. അതിന്റെ അനന്തരഫലം നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം കേൾക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ളവരും പക്ഷെ അനുസരിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും ഒത്തിരി പുറകിലുമാണെന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെ നമുക്കൊരാത്മീയ വളർച്ച സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് മടങ്ങി വരാം, റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്നാൽ അവർ 18-ാമത്തെ വാക്യം, ആ ക്രിസ്തുവിന്റെ വചനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പുതിയ നിയമമാണ്. അപ്പം ഒന്നാമത് നമ്മൾ ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങളെയാണ് അന്വേഷിക്കുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ അനുസരിക്കേണ്ട കൽപ്പന. രണ്ട്, ഞാൻ കൈവശമാക്കേണ്ടിയ വാഗ്ദത്തം. ഈ വാഗ്ദത്തങ്ങളാലാണ് നമ്മൾ ലോകത്തിന് മുഖത്തോളം നാശപ്പെട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. ഈ വാഗ്ദത്തങ്ങൾ ഏതളവിൽ കൈവശപ്പെടുത്തുന്ന ആ അളവിൽ നമ്മൾ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ വചനം വായിക്കുമ്പോൾ രണ്ട് കാര്യം അന്വേഷിക്കണം. ഒന്ന്, ഞാൻ അനുസരിക്കേണ്ട കൽപ്പന വല്ലതും ഉണ്ടോ. നമ്മളിങ്ങനെ വെറുതെ വായിച്ചു പോവുകയല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു, ഫിലിപ്പിയർ 4:6 ഒന്നിനെ കുറിച്ചും
വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ട. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ ആക്കും. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ എന്ത് ചെയ്യും? ഒരു അധ്യായം വായിച്ചു തീർക്കാനുള്ള സ്പീഡില് ഒന്നാം വാക്യം തൊട്ട് മുഴുവൻ അങ്ങ് വായിക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇതൊരു കൽപ്പനയാണല്ലോ കർത്താവ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പൊ ഞാൻ വിചാരപ്പെടുന്നുണ്ടല്ലോ പല കാര്യങ്ങളെ കുറിച്ച്. നമ്മൾ അതിനെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയില് മാനസാന്തരപ്പെടണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ ഭാരമെല്ലാം എൻ്റെ മേലെ ഇട്ടുകൊള്ളുകയും, ഈ ആകുലങ്ങളെല്ലാം നമ്മൾ കർത്താവിൽ ഇട്ടിട്ട് സ്വസ്ഥരായിരിക്കാനായിട്ട് പഠിക്കണം. പലപ്പോഴും നമുക്കിതൊരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ റോമർ 8:2 പറയുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പിമ്പിലുള്ള ആത്മാവ്, ആ ആത്മാവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അവിടെ ഉള്ളിൽ നിന്നാണ് ഈ കൽപ്പന നമുക്ക് കിട്ടുന്നത്, പുറമേന്നല്ല. ന്യായപ്രമാണം പുറമേന്ന് വരുന്ന ഒന്നായിരുന്നു. പക്ഷെ ഈ ക്രിസ്തുവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നാണ്. നമ്മൾ ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഒരു വചനം നമുക്ക് തരുന്നു. ഫിലിപ്പിയർ 4:6 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും എതിർപ്പ് കാണാം. അതെങ്ങനെ സ്തോത്രം ചെയ്യുന്നുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ നമ്മൾ ദേഹിയുടെ തലത്തിലല്ല ജീവിക്കുന്നത്, ആത്മാവിന്റെ തലത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അന്നേരം തന്നെ അതിനെ അനുസരിക്കുന്നു. പാവലും നമ്മൾ അന്നേരം കർത്താവിന്റെ മുമ്പാകെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പം, പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുമ്പം നമുക്കറിയാം ഒരു വലിയ ഭാരം നമ്മളിൽ നിന്ന് സാത്താൻ കൊണ്ടുവന്ന എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് ലഘുവായിട്ട് തീരും. പക്ഷെ കൃപ നമ്മളെ കവർ ചെയ്യുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യത്തില്ല. അതവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വലിയൊരു ഇഷ്യൂ ആണ്, സത്യമാണ്. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ എന്റെ മേലെ വ്യാപരിക്കുന്നതുകൊണ്ട്, അല്ലെ കൃപയുടെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആ കൃപ എന്നെ ജയാളിയായിട്ട് നടത്തുന്നു, സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നടത്തുന്നു. ഇവിടെ തൊട്ട് 18-ാമത്തെ വാക്യം, എന്നാൽ അവർ കേട്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നു, കേട്ടിരിക്കുന്ന നിശ്ചയം അവരുടെ നാഥ സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം പരന്നു. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ ഒരു വാക്യം കോട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഘോഷിച്ചത്. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നു നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളാതെ അടിസ്ഥാനപ്പെട്ടവരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയില് പ്രസംഗിക്കപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് എന്തായിരുന്നു? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? സകല സൃഷ്ടിയോടും ഘോഷിച്ചെന്നാ പറയുന്നത്. സൂര്യന് കീഴിലുള്ള അന്നത്തെ അറിയപ്പെടുന്ന എല്ലായിടത്തും ഈ സുവിശേഷം എത്തിച്ചേർന്നു. തുടർന്ന് 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഇതിനോട് പലപ്പോഴും പ്രതികരിച്ചില്ല. പ്രത്യേകിച്ച് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേല് അപ്പോസ്തലന്മാർക്ക് എതിരായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, ജാതികളോട് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെ വിലക്കുന്നവരാണ് യഹൂദന്മാര്. അതുകൊണ്ട് അവിടെ പറയുന്നു, ജനമില്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. അതാ ആവർത്തന പുസ്തകം 32:21 പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ചിന്ത രക്ഷ അവർക്കുള്ളതാണെന്നാണ്. ബാക്കിയുള്ള എല്ലാവരെയും ഒരു ജാതികളെന്നാണ് വിളിച്ചിരിക്കുന്നത്. യഹൂദന്മാരെ പ്രാർത്ഥിക്കുമ്പം ഞാൻ ജാതിയനല്ലായിയാൽ നിന്നെ സ്തുതിക്കുന്നു പറയുന്നു. ഞാൻ യഹൂദനാണെന്നില്ല അവരെ പ്രശംസിച്ചിരുന്നു. പക്ഷെ അവർക്ക് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവർക്ക് തങ്ങളിൽ തന്നെ അബ്രഹാമിന്റെ സന്തതി എന്നുള്ള അവകാശവാദം ഉള്ളപ്പം കർത്താവിന്റെ ഹൃദയത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയല്ല, പിശാച് എന്ന പിതാവിന്റെ സന്തതിയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കത്തില്ല. അപ്പൊ പുറമേ നോക്കുമ്പം
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എരിവ് വരുത്താൻ വേണ്ടിയിട്ടാണ് ജാതികളോട് ദൈവം സുവിശേഷം പ്രസംഗിച്ചത്. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, കാലിൽ പൊടി തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇനി ജാതികളുടെ അടുക്കിലേക്ക് പോകും. കാരണം എന്താ? നിങ്ങൾ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുക, നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ജാതികളുടെ അടുക്കൽ പോകും. അതുപോലെ 20-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്ന് ഒന്നാമത് മോശ പറയുന്നു, യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി ധൈര്യത്തോടെ പറയും. നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്കും പറയാൻ കഴിയുന്നൊരു കാര്യമാണ്, നമ്മളിത് അന്വേഷിച്ചതോ ചോദിച്ചതോ ഒന്നുമല്ല, പക്ഷെ ദൈവം തന്റെ കരുണയിൽ നമ്മളെ കണ്ടെത്തിയതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു സദാ പെന്തക്കോസ്തുകാരനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ ചോദിച്ചതൊന്നുമല്ല, പക്ഷെ ദൈവം കരുണ കാണിച്ചിട്ട് എന്നെ വിളിച്ചതാ, തെരഞ്ഞെടുത്ത അതിന്റെ മധ്യത്തിൽ നിന്ന്. അതിനകത്ത് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. റോമാലേഖനം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ 11-ാം അധ്യായത്തിൽ തന്നെ അത് അതിന്റെ 36-ാമത്തെ വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. അല്ലെ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മൾ നരകത്തിൽ ചെന്ന് അവസാനിക്കേണ്ടി വരാം, നിത്യനാശത്തിൽ. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടോ നന്മ കൊണ്ടൊന്നും അല്ല, കർത്താവിന് നമ്മളോട് കരുണ തോന്നി. കരുണ തോന്നിയിട്ട് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. പല മുഖാന്തരങ്ങളിലൂടെ കർത്താവിനെ അറിയാനുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നു. അതാണ് ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിൽ അതിന്റെ 20-ാം വാക്യത്തിൽ വായിച്ചത്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. യെശയ്യാപ്രവചനം 65-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. യെശയ്യാവ് 65-ന്റെ എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു സത്യമാണ്, നമ്മൾ ദൈവത്തെ ആഗ്രഹിച്ചതോ ദൈവത്തെ അന്വേഷിച്ചതോ അല്ല, ദൈവം തന്നെ നമുക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. തുടർന്ന് 21-ാം വാക്യത്തിൽ എന്ന് ധൈര്യത്തോടെ ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്ന ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. പലപ്പോഴും നമ്മൾ ഈ ദൈവകൃപ പ്രാപിച്ചതിന് ശേഷം നമ്മൾ നേരിടുന്ന ഒരു അപകടം, മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു പുച്ഛത്തോടെ നോക്കാൻ കഴിയും. നമ്മൾ വിട്ടുപോകുന്ന ഏത് ഗ്രൂപ്പാണെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ പുച്ഛത്തോടെ നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അപകടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ആ പ്രാരംഭ നാളുകളിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നപ്പം, പെന്തക്കോസ്ത് വിട്ട് CMC-ലോട്ട് വന്നപ്പോ അവരോടൊക്കെ ഒരു പുച്ഛമായിരുന്നു. അവർക്കൊരു അറിയാവോ, അവരെല്ലാം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, അവര് കുരുടന്മാരായ വഴികാട്ടികളാണ്, അങ്ങനത്തെ ഒരു പുച്ഛ മനോഭാവത്തോടെ ആയിരുന്നു നോക്കുന്നത്. പക്ഷെ കർത്താവ് കരുണ ചെയ്തിട്ട് ഇന്ന് ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ചു. നമുക്ക് ആരെയും പുച്ഛത്തോടെ, കാരണം എന്തുകൊണ്ട് നമ്മൾ പുച്ഛത്തോടെ നോക്കും? നമ്മൾ എന്തോ ആണെന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഞാനാകുന്നത് കൃപയാലാണ്, ദൈവം എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. ഇപ്പം ദൈവം അവരോട് ആ നിലയിൽ കരുണ കാണിക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. എനിക്ക് അവരെ പുച്ഛിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവരെ കുറിച്ച് എന്താ തോന്നണ്ടേ? അതാണ് നമ്മൾ ഈ അധ്യായങ്ങളും വായിച്ചിട്ടുണ്ട്. എന്റെ സഹോദരന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിനെ വിട്ട് ശാപഗ്രസ്തനായി പോകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവരെ നോക്കുമ്പോൾ പൗലോസിനെ ഒത്തിരി ഉപദ്രവിച്ചവരാര്, വളരെയധികം ഉപദ്രവിച്ചവരാണ്. എവിടെ ചെന്നാലും പുറകെ വന്ന് കലഹം ഉണ്ടാക്കി എറിഞ്ഞ് ഓടിച്ച്. പക്ഷെ അവരെ കുറിച്ച് പറയുമ്പോൾ താൻ എഴുതുന്നത് എന്താ? അവർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനെ വിട്ട് ശാപഗ്രസ്തനായി പോവാൻ ആഗ്രഹിക്കുമായിരുന്നു. ക്രിസ്തുവിന്റെ മനസ്സ് വർദ്ധിക്കും തോറുമാണ് നമ്മൾ ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പം ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാത്തതും. നമ്മൾ അനുസരിക്കുന്നുണ്ടോ? മറുത്തു പറയാന്ന് പറയുന്നുണ്ട്, നമ്മൾ പറയും ഞാൻ മറുത്തു പറയുന്നില്ല. പക്ഷെ നമ്മൾ വാഗൊണ്ടല്ല മറുത്തു പറയുന്നത്. പിന്നെ എങ്ങനെ മറുത്തു പറയുന്നത്? പ്രവൃത്തി കൊണ്ട്. ഇതൂസിലത് പറയുന്നുണ്ട്, അവർ ദൈവത്തെ അറിയുന്നത് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ദൈവത്തെ അറിയുന്നു പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ് സഹോദരനെ സ്നേഹിക്കണം. ഞാൻ ദൈവത്തെ അറിയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ കൊലപാതകനാ, കള്ളനാ.
ദൈവത്തെ അറിയുന്ന പറയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്. 2 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അനുസരണക്കേട് ജീവിക്കുകയും നമുക്കൊരു ഇല്ലാത്ത എന്തോ ഉണ്ടെന്നുള്ള ഒരു വ്യാജത്തിലായിരിക്കാനായിട്ട് കഴിയും. നമ്മളെന്തോ ഒരു വിശേഷപ്പെട്ട കൂട്ടമാണെന്നുള്ളൊരു ചിന്തയില് നമുക്ക് ഉപദേശം ഉണ്ടാവും, പക്ഷെ അനുസരണം ഉണ്ടോ എന്നുള്ളതാ പ്രശ്നം. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ അത് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ഒരു ശ്രേഷ്ഠമായ ഉപദേശം നമ്മളെ ശ്രേഷ്ഠരാക്കത്തില്ല, പക്ഷെ അതിന്റെ അനുസരണമാണ് നമ്മളെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നത്. അപ്പൊ മറ്റു സഭകളുമായിട്ട് നോക്കുമ്പോൾ സാക്രർ പലപ്പോഴും പറയാറില്ലേ, വന്ന് കാണുവിൻ, കം ആൻഡ് സീ. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കാണാൻ. ഈ ഒച്ചപ്പാടും ബഹളവും പിണക്കവും കയ്പും എടുത്തേറും ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു, പക്ഷെ ഈ സുവിശേഷം ഞങ്ങൾ ചെയ്തൊരു പ്രവൃത്തി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. വന്ന് കാണാൻ. അപ്പൊ നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ആന്തരിക ധൈര്യമുണ്ട്. എന്നെ നോക്ക്, മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ വിട്, എന്നെ നോക്കെന്ന് പറയാനുള്ള. അതാ അപ്പോസ്തലൻ പറഞ്ഞ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുകയും. ധൈര്യപൂർവ്വം പറയാം. ഞാൻ ക്രിസ്തുവിനെ പിന്തുടരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇവിടെ നിങ്ങളും എന്നെ പിന്തുടർന്നാൽ നിങ്ങളും ഇവിടെ എത്തിച്ചേരും, നിത്യതയില് എത്തിച്ചേരും. അപ്പം സഹോദരന്മാരെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അനുസരണം എന്തുമാത്രം ഉണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ അനുസരണം പോലും നമ്മുടെ ശക്തിയോട് നടക്കുന്ന ഒരു കാര്യമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഈ ദിവസം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്ത് ഭക്തിയോട് സുഖത്തോട് ജീവിക്കേണ്ടതിന് കൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. കൃപയുടെ ശിക്ഷണം നമ്മൾ ഏതളവിൽ അനുഭവിക്കുന്ന ആ അളവിൽ നമ്മൾ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ന്യായപ്രമാണത്തിന്റെ ആത്മാവല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഇതെല്ലാം നമ്മളെ നടത്തുന്നത്. മറ്റേ നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ ആത്മാവ് നടത്തുമ്പോഴുള്ള പ്രത്യേകത, നമ്മളിങ്ങനെ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ജാഗ്രതയോടെ സൂക്ഷിച്ച് ഇങ്ങനെ നമ്മളൊരു ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ എതിരാളി ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയെ നടക്കുന്ന പോലെ നടക്കും. ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പം ശ്വാസം പിടിച്ചാ ചെല്ലുന്നേ, എന്തേലും പ്രശ്നമാകുമോ? പക്ഷെ ജീവന്റെ ആത്മാവിൽ നടക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെല്ലുന്നത്. അവിടുന്ന് എന്ത് വന്നാലും ആത്മാവ് നമ്മളെ നടത്തുന്നത്. ആ തക്ക സമയത്ത് ഒരു വചനം നമ്മളെ ഫ്രീ ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് സ്വാതന്ത്ര്യത്തോടെ ചെല്ലാൻ കഴിയും. അല്ലെങ്കിലും ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ആദ്യം ഞങ്ങൾ രണ്ടുകൂടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇരിക്കും, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലായി. പക്ഷെ 3 മിനിറ്റ് കഴിയുമ്പോൾ തമ്മിൽ പിണങ്ങി പിരിയും. കാരണം ന്യായപ്രമാണത്തിന്റെ ആത്മാവിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ കൃപയുടെ ആത്മാവിലേക്ക്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ഭയങ്കര ഓളവും തിരമാലയും എല്ലാം കാറ്റും എല്ലാം ഉഗ്രമായിട്ട് അടിക്കുമ്പോഴും നമ്മൾ ആന്തരികമായിട്ട് സ്വസ്ഥതയില്ല. കാരണം നമ്മളെ നടത്തുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ജീവൻ പുറത്തേക്ക് വരിക ചെയ്യും. പക്ഷെ ന്യായപ്രമാണത്തിൽ അങ്ങനെ അല്ല. ഉള്ളിലൊരു ജീവനില്ല, നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മളെ ആത്മാവ് നടത്തുക ചെയ്യുന്നത്. നമുക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾ ആകെപ്പാടെ ആത്മാവ് നമ്മുടെ കൈ പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വലിച്ചു മേടിക്കാതിരുന്നാൽ മതി. നമ്മുടെ പാട്ട്, ആത്മാവ വഴി കാട്ടി എന്നെ സദാ നടത്തി. നമ്മൾ നടക്കുകയല്ല, നടത്തുക. റോമർ 8:14. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. മറ്റേ നമ്മൾ സ്വയം നടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കി സ്വയം നടക്കാൻ ശ്രമിക്കുക. അപ്പൊ ടെൻഷനാണ്. എപ്പോഴേലും ഞാൻ വീണ് പോവുമോ, വായി നകാത്ത വല്ലതും വന്നു പോവുമോ എന്നുള്ള ഭയത്തിലാണ് നടക്കുന്നത്. ഇനി അങ്ങനെ വീണാലും വന്നു പോയാലും നമ്മൾ എന്താ പറയുക, നിന്റെ കുഴപ്പം കൊണ്ടാ, ഞാൻ ഒന്നും പറയേണ്ടത് കൊണ്ട് വന്നതാ, മിണ്ടല്ലത് കൊണ്ട് വന്നതാ, നീ പറഞ്ഞതുകൊണ്ടാ ഞാൻ തിരിച്ചു പറയുന്നത്. പക്ഷെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ സ്വാതന്ത്ര്യത്തിലാണ് നടക്കുന്നത്. അതൊരു സന്തോഷകരമായ അനുഭവമാണ്. അവിടെ നമ്മൾ ഉള്ളിൽ എപ്പോഴും ഒരു സ്വസ്ഥതയുണ്ട്. മത്തായി 28-29 വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ സുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആന്തരികമായ ഒരു സ്വസ്ഥതയാണ്. അത് ആർക്കും ഇളക്കാൻ കഴിയത്തില്ല. കാരണം അത് ആത്മാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്വസ്ഥതയാണ്. ഈ ചുറ്റുപാടിലുള്ള കാറ്റും കോളും ഇതിനൊന്നും
അതിനെ ഇളക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിന്ന് കൃപയുടെ തലത്തിലേക്കുള്ള പ്രവേശനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോമർ 6:14 നമ്മുടെ ഒരു ആപ്തവാക്യമാണല്ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആത്മാവിലാണ് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തും. പക്ഷെ കൃപയിലാണെങ്കിലോ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ല. ഈ കൃപയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മൾ ജീവന്റെ ഉറവകളാണ് പുറത്തേക്ക് വരുന്നത്. മറ്റേ മരണത്തിന്റെ ഉറവകളാണ് നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരുന്നത്. ഹൃദയം മുഴുവൻ മരണത്തിന്റെ ഉറവകളായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നടക്കുമ്പം ദൈവ സ്വഭാവം നമ്മളിൽ നിന്ന് ഒഴുകുമെന്നാണ്. നമ്മൾ ആദാമിലായിരുന്നപ്പം മരണം നമ്മളിൽ നിന്ന് ഒഴുകിക്കൊണ്ടായിരുന്നു. വാ വിളിച്ച മരണമാണ്, ചിന്തകളിൽ മുഴുവൻ മരണമാണ്, സംസാരത്തിൽ മുഴുവൻ മരണമാണ്. പക്ഷെ നമ്മൾ കൃപയിലേക്ക് വരുമ്പം ജീവനാണ്. കാരണം കൃപയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് തന്റെ സ്വരൂപത്തോട് നമ്മളെ ആന്തരികമായിട്ട് അനുഭവപ്പെടുത്തി അവിടെ നിന്ന് ആണ് ഈ ഫലം പുറത്തേക്ക് വരുന്നത്. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും, ഓർക്കാൻ കഴിയുന്നതും ക്ഷമിക്കാൻ കഴിയുന്നതും. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതം പറയുമ്പം പലപ്പോഴും അങ്ങനെ അല്ല നമ്മൾ സംഭവിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ ആത്മാവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എന്നിട്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ പ്രമാണം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഒഴുക്കാണ്. ഒരു പോരാട്ടത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്തോറും ദിവ്യ സ്വഭാവം കൂടുതൽ കൂടുതൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ സൗകര്യം. ഞാൻ എപ്പോഴും ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സാത്താനാണ് നിരാശ കൊണ്ടിരുന്നത്, ആകുലത കൊണ്ടിരുന്ന, ഭാരം കൊണ്ടിരുന്ന, ഇതെല്ലാം സാത്താൻ കൊണ്ടിരുന്ന. നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കണം. ഇപ്പം ആകുലതയോടെ എങ്ങനെ എതിർത്ത് നിൽക്കുന്നത്? നമ്മുടെ ആകുലം എല്ലാം കർത്താവിൽ ഇട്ടുകൊണ്ടാണ്. അത് കർത്താവിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം, സ്തുതിയുടെ ആത്മാവിൽ ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിശ്വാസത്തിന്റെ തലത്തിൽ നടക്കാനായിട്ട് സൗരസ്വരന്മാർ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മളെക്കാൾ ഏറെ ഇത് നമ്മൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആർത്തി ആരാ തരുന്നേ? കർത്താവ് തന്നെയാണ് തരുന്നത്. നമ്മളിൽ തന്നെയുള്ള ആർത്തി എന്താന്ന് നമുക്കറിയാം. മരണത്തിനായിട്ടുള്ള ആർത്തിയാണ് നമ്മളിൽ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ദൈവമാണ് നമ്മുടെ ഉള്ളിൽ നൽകുന്നത്. ആത്മാവിൽ ആർത്തിയുള്ളവരാക്കി തീർത്തിട്ട്, ആത്മാവിൽ ദരിദ്രരാക്കി തീർത്തിട്ട്, നമ്മൾ ആ ദരിദ്രാവസ്ഥയായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പം കർത്താവ് നമ്മളെ സമ്പന്നന്മാരാക്കുക ചെയ്തു. അവൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു, പക്ഷെ വിശക്കുന്നവനെ നന്മകളാൽ നിറയ്ക്കുന്നു. നമുക്കതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിന്റെ പിന്നാലെ നടക്കാം. നമുക്കും ഇസ്രായേലിന് വന്ന അതേ അവസ്ഥ വരാതെ നമുക്ക് അനുസരണത്തിന് ദാസന്മാരായിരിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് കർത്താവ് സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വപിതാവേ, രാത്രിക്കായിട്ട് നന്ദി. ഈ ഭൂമിയില് അവിടുത്തെ അതേ സ്വരൂപമുള്ള ഒരു കാന്തയെ പണിയാനായിട്ടാണല്ലോ കർത്താവ് എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് ആ ഒരു ദർശനം നൽകണം. അതിനുവേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിനായിട്ട് ശക്തി നൽകണം കർത്താവ്. ഓരോ പരീക്ഷയിലും ആ സമർപ്പണത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ആത്മാവിലടിയങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.